ഏപ്രിൽ 14 നാഷണൽ ഫയർ സർവീസ് ഡേയുടെ ഭാഗമായി മട്ടാഞ്ചേരി നിലയത്തിൽ പതാക ഉയർത്തിയതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് മട്ടാഞ്ചേരി ഫയർ സ്റ്റേഷനിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചുറ്റുമുള്ള അപകടങ്ങളെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കാൻ ബേസിക് ലൈഫ് സപ്പോർട്ട് ബോധവൽക്കരണ ക്ലാസ് നടത്തി. നാഷണൽ ഫയർ സർവീസ് ഡേയുടെ ഭാഗമായി ഫോർട്ട് കൊച്ചി ബീച്ചിൽ ബേസിക് ലൈഫ് സപ്പോർട്ട് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ക്ലാസിനിടയിൽ ഒരാൾ കുഴഞ്ഞു വീണു. ഇത് ആളുകളിൽ ഏറെ ഭീതി പടർത്തി. എന്നാൽ മട്ടാഞ്ചേരി ഫയർ സ്റ്റേഷനിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആസൂത്രിതമായി ആവിഷ്കരിച്ച ഈ മോക്ക് ഡ്രിൽ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റി. ആംബുലൻസ് വിളിച്ചിട്ട് ആരെങ്കിലും വിളിക്കണ്ട. ആംബുലൻസ് വരുന്നുണ്ട്. കൊടുക്കുക കേട്ടോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും വേഗം ആംബുലൻസ് വിളിക്കുക. ആംബുലൻസ് വന്നാലും വണ്ടിക്കകത്ത് വെച്ചിട്ട് ഇത് കൊടുത്തോണ്ടിരിക്കണം, CPR കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. ചുറ്റുമുള്ള അപകടങ്ങളെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കാൻ അപകടകരമായ വസ്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള വഴികൾ പൊതുജനങ്ങൾക്കിടയിൽ തയ്യാറെടുപ്പ് വളർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. നിലയത്തിൽ വെച്ച് പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ചടങ്ങിൽ മട്ടാഞ്ചേരി നിലയത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരായ ലാൽ മോഹൻ, നിഷാദ്, എറണാകുളം ജില്ലാ സിവിൽ ഡിഫൻസിന്റെ ഡെപ്യൂട്ടി ഡിവിഷണൽ വാർഡൻ നിമ ഗോപിനാഥും പങ്കെടുത്തു. ഇന്ത്യയിലെ എല്ലാ ഫയർ സർവീസ് അംഗങ്ങളും അഗ്നിരക്ഷാ ദിനമായി ആചരിക്കുന്നു. ഇവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ തന്നെ 66 അഗ്നിശമന സേനാംഗങ്ങൾ ബോംബെയിൽ മരണമടഞ്ഞതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഏപ്രിൽ 14 തീയതി അഗ്നിശമന ദിനമായി നമ്മൾ ആചരിക്കുന്നത്. ഇത് അഗ്നിശമന സേനാംഗങ്ങളെക്കുറിച്ച് അഗ്നിശമന സേനയുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആളുകളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഇതിന്റെ പ്രഥമമായ ലക്ഷ്യം. പെട്ടെന്ന് വീണ് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ വീട്ടിലുള്ളാവാം, ജോലി ചെയ്യുന്നവരാവാം, അങ്ങനെയുള്ള സമയത്ത് ആരെങ്കിലും വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ആംബുലൻസ് വരണമെന്നില്ല. എല്ലാവരുടെ വീട്ടിന്റെ മുമ്പിലോ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രീറ്റിന്റെ മുമ്പിലോ ആംബുലൻസ് ഉണ്ടാവണം എന്നില്ല. അപ്പൊ വരുന്നതിന്റെ ഉള്ളില് നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും ബേസിക് ലൈഫ് സപ്പോർട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ ഇന്നൊരു ബോധവൽക്കരണ ക്ലാസ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് നമുക്ക് ലൈവ് എക്സാമ്പിൾ തന്നെ കിട്ടി. അപ്പൊ ഇത് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെലവോ അങ്ങനെയൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന് അണ്ടറിൽ സിവിൽ ഡിഫൻസ് എന്ന് പറയുന്നത് ഒരു വോളണ്ടറി സംവിധാനമാണ്. മട്ടാഞ്ചേരി നിലയത്തിലെ നൂഹോ, മൈമൂന, അലീന, സജന, മോഹനൻ, അജ്മൽ, ഷാനി, നിബു, ജിജോ, നൌഷാദ്, ഷാഹിദ് കമറു, ഷെരീഫ്, റോയ് എന്നിവരാണ് മോക്ക് ഡ്രിൽ അവതരിപ്പിച്ചത്. പരിപാടി വിജയിപ്പിക്കുന്നതിനായി മട്ടാഞ്ചേരി നിലയത്തിലെ മറ്റ് CD അംഗങ്ങളും കൂടെയുണ്ടായിരുന്നു. ഇതിലൂടെ കൂടുതൽ ജനശ്രദ്ധ പിടിച്ചുപറ്റുവാനും ഫയർ ആൻഡ് റെസ്ക്യൂവിനെ കുറിച്ചും സിവിൽ ഡിഫൻസിനെ കുറിച്ചും പരിചയപ്പെടുത്തുവാനും കഴിഞ്ഞു. മോക്ക് ഡ്രിൽ ഇത്രയും നന്നായി ആസൂത്രണം ചെയ്തത് മട്ടാഞ്ചേരി നിലയത്തിലെ അംഗമായ സഞ്ജുവാണ്. മട്ടാഞ്ചേരി നിലയത്തിലെ ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡനായ അനീഷ്, പോസ്റ്റ് വാർഡൻ ഷെഫീഖ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.